തിരുനാമ കീർത്തൻ പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. പ്രിയമുള്ളവരെ, ഈ പുതിയ എപ്പിസോഡിലെ പ്രിയപ്പെട്ട ഏഷ്യലച്ചനാണ് നമ്മുടെ കൂടെ ആയിരിക്കുക. ഇപ്പോൾ പാടിയ 4 വരികൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും അന്വർത്ഥമായ, കാരണം അതുപോലെയുള്ള ദൈവ സാക്ഷ്യത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയ ഒരു പ്രിയപ്പെട്ട അച്ഛനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുക. നമുക്കറിയാം അച്ഛൻ്റെ പാട്ടുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഡാൻസുകൾ നമ്മൾ വൈറലായിട്ടുള്ള ഡാൻസ്, കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പ്രിയപ്പെട്ട ഈശ്വലച്ച, ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖായിരിക്കുന്നില്ലേ? ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ തലശ്ശേരി രൂപതയിലെ ചൂരപ്പടവ് പള്ളിയിൽ വികാരിയായിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് 4 മാസമായുള്ളൂ. സന്തോഷമായിട്ടിരിക്കുന്നു വെച്ചാൽ. പട്ട ഏത് വർഷമായിരുന്നു? പട്ട 2020. ഞങ്ങൾ കൊറോണ ബാച്ചായിരുന്നു. 2020 ഡിസംബർ മാസം 30-നായിരുന്നു വെച്ചാൽ. ലിമിറ്റഡ് നമ്പറൊക്കെ വെച്ചുള്ള നമ്പറാണ്, ഇങ്ങനെ എണ്ണിപ്പൊറിക്കുള്ള പട്ടമായിരുന്നു. വീട് എൻ്റെ ഇരിട്ടിക്കടുത്ത് വെളിമാനം എന്ന് പറയും, അതാണ് എൻ്റെ ഇടവക. വീട്ടിലെ അപ്പച്ചനും അമ്മയും എനിക്കൊരു അനിയത്തിയുള്ളൂ. ഞങ്ങൾ 4 പേരടങ്ങുന്ന കൊച്ചു കുടുംബം. അങ്ങനെയാണ് നമുക്ക് പ്രിയപ്പെട്ട ഏഷ്യലച്ചൻ്റെ ഒരു നല്ല അച്ഛൻ്റെ സുന്ദരമായ ശബ്ദം. അതിനുശേഷം വേണം ആ ശബ്ദത്തിൻ്റെ ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാൻ അല്ലേ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനെ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെയാരുള്ളൂ.
ഇങ്ങനെ ലയിച്ചിരുന്നു പോയി കേട്ടോ. നല്ല സുന്ദരമായിട്ട് പാടി കേട്ടോ. നല്ല അടിപൊളി, നല്ല വോയിസ്. അച്ഛൻ ഇപ്പോൾ ഒരു പള്ളി വികാരിച്ചനാണ് ഇപ്പം നിൽക്കുന്ന. അച്ഛൻ വികാരിയായിട്ട് നിൽക്കുന്ന ഇടവക ഒരു സുന്ദരമായ ഇടവക. അതെ അച്ഛാ, പേര് പോലെ തന്നെ മനോഹരമായ സ്ഥലമാണ് ഇത്. തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഉള്ളൊരു സ്ഥലമാണ്. ഉയർന്നൊരു സ്ഥലം, വലിയൊരു മലയുടെ മുകളിലാണ് ഈ പള്ളി. ഹോളി ക്രോസ് ചർച്ച് ചൂരപ്പടവ്. അവിടെ ചെറിയൊരു ഇടവകയാണ്. മലയായതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണ്. 90 വീട്ടുകാർ മാത്രമുള്ള ഒരു കൊച്ച് മനോഹരമായിട്ടുള്ള ഇടവക. അപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ മനോഹരമായിട്ടുള്ള തലശ്ശേരി രൂപതയുടെ മലയാറ്റൂർ എന്ന് പറയുന്ന ഒരു മല അവിടെയുണ്ട്. കൊട്ടത്തലശ്ശി മല എന്നറിയപ്പെടുന്നത് തോമസ് ലീഗായുടെ നാമത്തിലുള്ള മല. വെള്ളിയാഴ്ച എല്ലാം കുരിശിൻ്റെ വഴി അങ്ങോട്ടാണ്. ആ വലിയ നോമ്പിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ മലയാറ്റൂർ പോകുന്നത് പോലെ തന്നെ എല്ലാ വർഷം അപ്പോൾ മലബാറിന്റെ മലയാറ്റൂർ എന്നാണ് അത് പറയുന്നത്. കൊട്ടത്തലശ്ശി മലബാറിന്റെ മലയാറ്റൂർ. അച്ഛാ, ദൈവവിളിയെ പറ്റി പറഞ്ഞാ. ദൈവവിളിയെ കുറിച്ച് പറയാനായിട്ട് കുറച്ച് അധികമുണ്ട്. ഞാനും അത് കേട്ടിരുന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 മക്കളാണ്. ഞാനും എനിക്കൊരു അനിയത്തിയാണുള്ളത്. അപ്പച്ചനും അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ 93 ഒരു ഡിസംബർ മാസത്തിൽ ഞാൻ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാകുന്ന സമയത്ത് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഉണ്ടായി കഴിഞ്ഞ് എൻ്റെ വായിൽ, നമ്മുടെ നാവിന് മുകളിൽ കുറുനാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു കുഞ്ഞു സാധനം തൂങ്ങി കിടക്കുന്നത്. അതെനിക്കില്ല. അവിടെ പകരം ഒരു ദ്വാരമാണുള്ളത്, ഒരു ദ്വാരം. അപ്പോൾ അത് ഞാൻ ഉണ്ടായ സമയത്ത് അവർ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഉണ്ടായിക്കഴിഞ്ഞ് അമ്മ എനിക്ക് പാല് തരാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ കുടിക്കുന്ന പാലും എല്ലാം മൂക്കിക്കൂടെ വായിക്കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അത് ഇവരിങ്ങനെ സങ്കടപ്പെട്ട് പേടിച്ചിരിക്കുവാണ്. ഉടനെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഞാൻ തൊക്കിലങ്ങാടി ആശുപത്രിയിലാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ അന്ന് മംഗലാപുരത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മംഗലാപുരത്ത് ചെന്ന് അവിടെ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാരെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് അന്നേരം അവരാണ് കണ്ടെത്തിയത് ഇങ്ങനെ വായിനകത്ത് വലിയ ദ്വാരമുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ എൻ്റെ അപ്പച്ചനോടും അമ്മയോടും പറഞ്ഞത്, ഈ കൊച്ചിന് 1 ആഴ്ച ആയുസുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോക്കോ, എന്നിട്ട് സന്തോഷത്തോടെ കൊച്ചിനെ യാത്രയാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വൈദ്യശാസ്ത്രം മുഴുവൻ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു, നിങ്ങൾ നിർബന്ധം സഹിച്ച് ഞങ്ങളിനി ഓപ്പറേഷൻ ചെയ്താലും ഇനി കൊച്ചിന് ജീവൻ തിരിച്ചു കിട്ടിയാലും ഈ കൊച്ചിന് ഒരക്ഷരം പോലും ജീവിതത്തിൽ വർത്തമാനം പറയത്തില്ലെന്ന് പറഞ്ഞു. സംസാരശേഷി പൂർണ്ണമായിട്ടും ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അപ്പച്ചനമ്മയ്ക്ക് സങ്കടമായി. കാരണം 3 വർഷം കാത്തിരുന്നാണ് ഞാൻ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി വർഷമായി. ആ സമയത്ത് എൻ്റെ അപ്പച്ചനും അമ്മയും പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ എന്നെ നേഴ്സിൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഒരു ലാറ്റിൻ പള്ളി. ആ പള്ളിയുടെ മുമ്പിലത്തെ വാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കുവാണ്. അപ്പോൾ ഈ അപ്പച്ചനും അമ്മയും പതുക്കെ പള്ളിക്കകത്ത് കയറി അൾത്താരയിൽ കയറി ഈ ബലിപീഠത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുവാണ്. ഇവർ അപ്പച്ചനമ്മേനോട് പറഞ്ഞ കാര്യം, ഇവർ പ്രാർത്ഥിച്ചിത്രേ ഉള്ളൂ, കൊച്ചിന് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ജീവനോട് ഞങ്ങൾക്ക് കൊച്ചിനെ തിരിച്ച് കിട്ടിയാൽ മതി. അതായിരുന്നു അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ. അങ്ങനെ ഇവർ അൾത്താരിൽ നിന്ന് ഇറങ്ങി കരഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, ബാക്കിയൊക്കെ ഈശോ നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞ് എന്നെ ഡോക്ടറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ ഡോക്ടർ മനസ്സോടെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി 8-9 മണിക്കൂർ നീണ്ടു നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങളുടെ ഈശോയോ മാതാവോ അവരൊക്കെ. അത് പുള്ളി ഒരു നിരീശ്വരവാദിയായിരുന്നു, വിശ്വാസിയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ അവർ പറയുന്നതൊക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് അവർ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് വീട്ടിലേക്ക് വന്നു. അപ്പം ഞാനിങ്ങനെ കുഞ്ഞൊരു എലിക്കുഞ്ഞ് പോലത്തെ ഒരു സാധനം, ഇപ്പോഴും കുഞ്ഞതാണ്. അപ്പം അന്നും തീരെ കുഞ്ഞതാണ്, കാരണം പാല് കുടിച്ചിട്ടില്ല, മുലപ്പാൽ കുടിച്ചിട്ടില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിതായിരുന്നു. അപ്പോൾ അതിങ്ങനെ പഞ്ഞിയെല്ലാം ചുറ്റി ബാൻഡേജ് ഒരു മുയലും കുഞ്ഞു പോലെ ഉള്ളൂ. അപ്പം എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ കൊച്ച് ചുമയ്ക്കാൻ പാടില്ല, ഈ കൊച്ചിന് ജലദോഷം വരാൻ പാടില്ല, ഇതിന് പനി വരാൻ പാടില്ല, നോക്കിക്കോണമെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പൊട്ടിപ്പോയാൽ പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിലത്ത് വെക്കാതെ എന്നെ ഇങ്ങനെ കൊണ്ടു കിടക്കുവാണ്. അമ്മ എന്നോട് പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കൃത്യം 1 ആഴ്ച കഴിഞ്ഞ് 1 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വിരൽ വെച്ച് നോക്കി, ശ്വാസം ഉണ്ടോ. ഡോക്ടർ പറഞ്ഞു 1 ആഴ്ചയാണല്ലോ. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഏതായാലും എനിക്ക് ജീവനുണ്ട്. അവർക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഈ അപ്പച്ചനും അമ്മയും ചെയ്യുന്നത്, എൻ്റെ അപ്പച്ചനും അമ്മയാണ് എൻ്റെ പള്ളിയിൽ പാട്ട് പാടുന്നത്, കൊയറിൽ. അവരിപ്പോൾ 50 വർഷമായി പള്ളിയിൽ പാട്ട് പാടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവർ പള്ളിയിൽ പോകുമ്പം എന്നെ കൊണ്ടുപോകും, ആൾത്താരയുടെ മുമ്പിൽ സ്റ്റെപ്പിൽ കൊണ്ട് കിടത്തും എന്നെ. എന്നിട്ട് അവർ പാട്ട് പാടും, അപ്പച്ചൻ കീബോർഡൊക്കെ വായിക്കുന്നത്. അപ്പോൾ അവർ പാട്ട് പാടും, ഞാൻ അവിടെ കിടക്കും.
അങ്ങനെ ഇവർ എല്ലാ ദിവസവും എന്നെ പള്ളി കൊണ്ടുപോകുമായിരുന്നു, ആൾക്കാരെ കിടത്തുമായിരുന്നു. അങ്ങനെ മാസങ്ങളും കഴിഞ്ഞ് ഈ ജീവൻ തിരിച്ചു കിട്ടി. പഞ്ഞിയും കാര്യങ്ങളൊക്കെ അഴിച്ചു. സ്റ്റിച്ച് അഴിക്കേണ്ട വന്നിട്ടില്ല. അന്ന് സ്റ്റിച്ചിട്ടാൽ പിന്നെ അതിൻ്റെ ഒരു നൂലോ അതിൻ്റെ ഒരു പാട് പോലും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ എവിടെയില്ല. അതെങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അപ്പം അന്ന് അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ദൈവം തന്നൊരു കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ആണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വിട്ടത്. ഈ പേര് ഏഷ്യൽ എന്ന് വെച്ചാൽ എൻ്റെ പേര്. അപ്പോൾ ഞാനിപ്പോഴും ഒരു 10 പ്രാവശ്യമെങ്കിലും പലരോടും പറയണം എൻ്റെ പേര്, എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ അർത്ഥം ഡിയർ ടു ഗോഡ് എന്നാണ് പേരിൻ്റെ അർത്ഥം, എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനെന്നാണ്. അപ്പം അങ്ങനെ ഒരു ഒത്തിരിയേറെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മയ്ക്ക് എന്നെ കൊടുത്തുകൊണ്ടാവാം അമ്മ ആ പേരിട്ടതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക. ആ പേരങ്ങനെ ഇട്ടതുകൊണ്ടാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി മാറാൻ വേണ്ടി 10ാം ക്ലാസ്സിൽ ഞാൻ സെമിനാരിൽ പോകുന്നത്. തീർച്ചയായിട്ടും എൻ്റെ പാപ്പൻ അച്ഛനുണ്ട്, എൻ്റെ പേരപ്പൻ അച്ഛനുണ്ട്, എൻ്റെ ആൻറ്റി സിസ്റ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഞാൻ കുരുത്തക്കേട് കാണിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ പറയും, കുരുത്തക്കേട് കാണിക്കരുത്, നിന്നെ ഈശോ തന്നാണ്, നിന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞാണ്, ഈശോയ്ക്ക് തന്ന നമുക്ക് അങ്ങനെ കുരുത്തക്കേട് കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലേ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സെമിനാരിൽ പോയത്. എല്ലാവരും ചോദിച്ചു എൻ്റെ അപ്പച്ചനും അമ്മയും അവർ നോക്കും. അതിപ്പം എല്ലാ കുടുംബങ്ങളും ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു ഞാൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഈശോ നോക്കും. അപ്പം അതുകൊണ്ട് എനിക്കിന്നും അവരുടെ കാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ല. അവരും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനിങ്ങനെ അച്ഛനായിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെയാവും. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. ഈശോയ്ക്ക് വേണ്ടി വലിയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അച്ഛൻ ധ്യാന ശുശ്രൂഷകളൊക്കെ നടത്തുന്നുണ്ട്. ഈ ധ്യാന ശുശ്രൂഷകളിലെ കൊയർ ഗായകരെ പറ്റി ഒന്ന് പറയണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഗാന ശുശ്രൂഷ ഞാൻ ഭജന ശുശ്രൂഷയ്ക്ക് പോകുന്നത് ഞാൻ എൻ്റെ രൂപതയിൽ എൻ്റെ ചാൻസലർ അച്ഛൻ ബിജു അച്ഛനുണ്ട്, മുട്ടത്തൂന്നേൽ അച്ഛനുണ്ട്, ഞാനും അച്ഛനും കൂടെ ഞാനൊരു ടീമായിട്ട് പോവുക. ഞാൻ വിശുദ്ധ കുർബാനയെ പറ്റി ഞാൻ സംസാരിക്കും. കാരണം വിശുദ്ധ കുർബാനയിൽ എൻ്റെ അപ്പച്ചനും അമ്മയും വിശ്വസിച്ചത് കൊണ്ടാണ്, സ്നേഹിച്ചത് കൊണ്ടാണ് എന്നെ അവിടെ കിട്ടിയത്. ഇന്നും ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ എടുക്കുന്ന ടോക്കിൽ ഒരു കുർബാന ഞാൻ ചൊല്ലി അതിൻ്റെ ഇടയ്ക്കാണ് ടോക്ക് എടുക്കുന്നത്. ആ കുർബാനയ്ക്ക് എൻ്റെ അപ്പച്ചനും അമ്മയെ പാട്ട് പാടാൻ വരിക. ഞാൻ എവിടെ ധ്യാനത്തിന് പോയാലും അവരാണ് കുർബാനയ്ക്ക് പാട്ട് പാടാൻ വേണ്ടി വരിക. രണ്ടുപേരും കൂടി. കുർബാനയുടെ കൊയർ മൊത്തമാണോ അതോ കുർബാന സ്വീകരണം? ഇല്ല, കുർബാനയുടെ മൊത്തം. അപ്പച്ചൻ കീബോർഡ് വായിക്കും, അമ്മ പാടും, അവർ രണ്ടുപേരും കൂടെ പാടും. എന്തൊരു അല്ലേ, അച്ഛൻ കുർബാനയില്ലെന്ന് മാലാകന്മാരുടെ സ്ഥാനത്ത് നിന്ന് ഗാന ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്നത് പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും. അതെ അതെ, ഒരു വലിയ ഭാഗ്യം കേട്ടോ. ഈ വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് കാണുമ്പോഴാണ് ആളുകൾ ഒത്തിരി അനുഭവമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണല്ലോ അത്. അതെ, ഭയങ്കര വലുതാണ്. കാരണം അതൊക്കെ അത് കാണുമ്പോൾ അതൊക്കെ ഒരു ഭാഗ്യവും ദൈവാനുഗ്രഹവും. അനീത്തി പാടുമായിരുന്നോ? അനീത്തി നന്നായിട്ട് പാടും. അനീത്തിയുടെ പേര് ഏഞ്ചൽ എന്നവളുടെ പേര്. അനീത്തിയുടെ വിവാഹമായിരുന്നു എനിക്ക് തോന്നുന്നു. അച്ഛൻ അതിൻ്റെ അകത്തൊരു കുർത്തായി കിട്ടും, ചുള്ളം പയ്യൻ. അതെ, ഞാൻ തന്നെ. അതെ, അത് രസമായിട്ടുണ്ട്. നല്ല വൈറലായിട്ടുള്ളൊരു ഡാൻസ് വീഡിയോ. അത് എൻ്റെ കസിൻസ് അല്ല, എൻ്റെ ചോരപ്പടവയിൽ എൻ്റെ യുവജനങ്ങളാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛാ നമുക്ക് ഒരു പാട്ടിലും കൂടി പോവാം അല്ലേ? അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.
നിൻ മഹാസ്നേഹമതിൻ വീതം ആർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിട എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഞാനിപ്പോഴും അച്ഛന ഈ പാട്ട് പാടുമ്പോഴും നല്ലൊരു ത്രില്ലായിട്ട് നമ്മളിങ്ങനെ പാടുമ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ കണ്ട ദൈവം അതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ വചനപ്രഘോഷണം നടത്തുമ്പോഴും കുർബാന ചെല്ലുമ്പോഴും അപ്പച്ചനും അമ്മച്ചിയും ഗായക സംഘം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റും, ഉള്ളിൽ നിന്നത് പോണില്ല. അപ്പച്ചനും അമ്മ അവർ എന്നോട് പറഞ്ഞതനുസരിച്ച് അമ്മ 7ാം ക്ലാസ്സിലും അപ്പച്ചൻ 9 വയസ്സുള്ളപ്പോഴും പള്ളിയിൽ പാടാൻ തുടങ്ങിയതാണ്, ഹാർമോണിയൊക്കെ വായിച്ച്. അപ്പം അത് അവരുടെ കൊയറിൻ്റെ 50ാം വർഷം അവർ ആഘോഷിക്കുവാണ്, ജൂബിലി, പള്ളിയിൽ പാടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് വലിയൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും നമുക്ക് വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ സന്തോഷം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ഭാഗമായിട്ട് നിന്ന് തന്നെ നമ്മുടെ കൂടെ ചേരുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. അവർക്കും അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മാത്രമല്ല, ഈ കുർബാനയെ പങ്കെടുക്കുമ്പോഴാണെങ്കിലും അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടോ അങ്ങനെ? തീർച്ചയായിട്ടും അവരെപ്പോഴും പാടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്ക് എൻ്റെ അപ്പച്ചൻ എപ്പോഴും പാടി കേട്ടിട്ടുള്ളൊരു പാട്ടുണ്ട്. ഈശോയൻ ജീവാതി നായക എന്ന് പറഞ്ഞ മനോഹരമായിട്ടൊരു പാട്ടുണ്ട്. ഈശോയൻ ജീവാതി നായക ആരാധ്യനായ നാഥ. അത് മനോഹര ഒരു പാട്ടാണ്. കുർബാന ചെയ്യുന്ന സമയത്തൊക്കെ അത് പാടുമ്പം ഒത്തിരി പഴയ പാട്ടാണല്ലോ, ഇതൊരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ പള്ളിയിൽ ഇരിക്കുമ്പോഴേ അവർക്ക് പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലല്ലേ. ഗാന ശുശ്രൂഷ രംഗത്തേക്ക് വന്നിട്ട് 50 വർഷം തികയുന്ന പ്രിയപ്പെട്ട ഈശ്വലച്ചൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കായിട്ട് നമുക്ക് ഈ പാട്ട് സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാം. പുതുമധുവും നാദാനിയല്ലാതെ വേറെയില്ല. നാവിന്നു നൽപൂ പുതുമധുവും നാദാനിയല്ലാതെ വേറെയില്ല. അത്യാശയോടെൻ്റെ ബുദ്ധി തേടും സത്യവുമായതിൻ മാർഗവും നീ, മാർഗവും നീ. ഈശോയൻ ജീവാതി നായക എൻ ആശകൾ ആരാധ്യനായ നാഥ. നീ എൻ സർവവുമെന്ന് ഓർത്തിടുമ്പോ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. ഈശോയൻ ജീവാതി നായക എൻ ആശകൾ
ആരാധ്യനായ നാഥ. നല്ല ഫീലായിട്ട് പാടി കേട്ടോ. അപ്പച്ചനും അമ്മച്ചനും ഓർത്തല്ലേ? തീർച്ചയായിട്ടും. ഇനി ഒത്തിരി എനിക്ക് തോന്നുന്ന ആയിരങ്ങൾ അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ശുശ്രൂഷകളിൽ കാണാൻ തോന്നണം അവരെ. അച്ഛൻ നാവിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അച്ഛന് ബുദ്ധിമുട്ട് വന്നല്ലോ കുറേ അല്ലേ? പിന്നീട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വിശുദ്ധ കുർബാന ചെല്ലുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നീട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നോ അതിനെ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് വിജിലൻ്റ് ആയോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മോണ ഭയങ്കര കുഞ്ഞതായി പോയി. പക്ഷെ നമുക്ക് സാധാരണ മനുഷ്യന് മോണ അകം കുഞ്ഞതായി പോയി. നമുക്കറിയാം ഒരു മനുഷ്യന് 32 പല്ലുകളുണ്ടല്ലോ. അപ്പോൾ അത് പ്രായമാകുമ്പോൾ പല്ലുകൾ എന്തായാലും വളരും. അപ്പോൾ ഈ 32 പല്ല് വരെയുള്ള സ്ഥലം എനിക്കില്ലായിരുന്നു. അത് അവിടെ ഇവിടെയായിട്ട് മോണയുടെ ഉള്ളിലും ആകപ്പാട് ഇങ്ങനെ വികൃതമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞാൻ 5ാം ക്ലാസ് തുടങ്ങി ഞാൻ 10ാം സെമിനാരിൽ പോകുന്നവരെ ഞാൻ 6 വർഷം നല്ല കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പറയുമ്പോൾ നമ്മൾ സ്പീഡിൽ സംസാരിക്കുമല്ലോ, അത് കൂട്ടുകാർ പറയും നീ പറയുന്നത് തന്നെ തിരിയുന്നില്ല, ഒന്നും കൂടെ പറ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും കളിയാക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പട്ടം കിട്ടി കഴിഞ്ഞപ്പം കുർബാന ചെല്ലാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കും അതൊരിക്കലും പ്രാർത്ഥന ചെല്ലുമ്പോൾ ആർക്കും മനസ്സിലാകാതെ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോധപൂർവം ഓരോ പ്രാർത്ഥനയും നിർത്തി പതുക്കെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ചൊല്ലി പഠിച്ചതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾക്ക് ഞാൻ അർത്ഥം മനസ്സിലാക്കി ചെല്ലാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ആളുകൾക്കും അതൊരു വലിയൊരു അനുഭവമാണ്. പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് കുർബാന അനുഭവമാണ്. കാരണം പ്രാർത്ഥനകൾ പതുക്കെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാവുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികന് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി ചെല്ലിയാൽ മാത്രമേ ആളുകൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളത് അനുഭവമാക്കാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ഫീൽ കിട്ടാൻ വേണ്ടി മുഴുവൻ ഞാൻ നമ്മുടെ ധ്യാനത്തിനൊക്കെ ഞാൻ പോകുമ്പോൾ ഫുൾ ടൈം കോഡ് പിടിക്കും, കീബോർഡ് ഫുൾ ടൈം കോഡ് കുർബാനയുടെ സമയത്തൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കും കോഡ് പിടിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. ആരാധനയുടെ സമയത്തൊക്കെ പിടിക്കും നമുക്കൊരു ഫീലാണ്. പക്ഷെ അതിനേക്കാളും നമ്മൾ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുമ്പോൾ അതിൻ്റെ ഇരട്ടി ഫീൽ നമുക്ക് കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു സുന്ദരമായൊരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് നിർത്താം അല്ലേ? നിർത്താം. അങ്ങനെ വരുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുന്നത് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത ഒരു പാട്ടാണ്. തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമിത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ
എന്തു ചെയ്തു നന്ദി ചൊല്ലിയിടും എൻ്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം, നിന്റെ മുൻപിൽ കാഴ്ചയിടാം, നിന്റെ മുൻപിൽ കാഴ്ചയിടാം.